നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ? ഒരു സ്കൂളിൽ മുസ്ലിം കുട്ടികളെ പ്രവേശിപ്പിക്കില്ല എന്നാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇത് നടന്നിട്ടുള്ളത് അങ്ങ് ഊപ്പിയിലോ അല്ലെങ്കിൽ ബീഹാറിലോ നോർത്ത് ഇന്ത്യയിലോ ഒന്നല്ല, ഇവിടെ നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. കൊല്ലത്തുള്ള ഡോക്ടർ ഈപ്പൻ മെമ്മോറിയൽ RHS സ്കൂളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അവിടുത്തെ ഒരു അധ്യാപിക പറയുന്നത് നമുക്ക് കേൾക്കാം. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക് ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറേ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുപോകാന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-ക്കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. ആദ്യം തന്നെ ഈ വിഷയം പുറത്തു പറഞ്ഞ ടീച്ചർക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട്. പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കൃത്യമായ മൗലികാവകാശ ലംഘനമാണ്. ആർട്ടിക്കിൾ 21A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21A കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ നൽകണമെന്ന്. ഈ സ്കൂളിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു ഗവൺമെന്റ് സ്കൂളല്ല, പക്ഷേ എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ അതും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. അതായത് അവരും നൽകണം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിക്ക് പോലും വാലിഡ് ആയിട്ടുള്ള റീസൺ ഇല്ലാതെ അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള റീസൺ ഒന്ന് മുസ്ലിമാണ്, രണ്ടാമത്തേത് വെള്ളിയാഴ്ച വരില്ല. ഇതൊന്നും ഒരു വാലിഡ് റീസൺ അല്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള മൗലിക അവകാശ ലംഘനമാണ്. അത് മാത്രമല്ല ഈ ടീച്ചർ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച ലീവാണ്. വെള്ളിയാഴ്ച ലീവ്, അതായത് ഒരു സ്കൂളിൽ 15 ദിവസത്തിൽ കൂടുതൽ ലീവായാൽ മാത്രമേ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും ലീവായി എന്ന് വിചാരിച്ചിട്ട് അവിടെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ഒരു കാരണം പറഞ്ഞിട്ട് അഡ്മിഷൻ നൽകാതിരിക്കാനും സാധിക്കില്ല. പിന്നെ ഇവരുടെ പ്രശ്നം എന്താണ്? ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു. ഈ മുസ്ലിം കുഞ്ഞുങ്ങളെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ അങ്ങ് ആ രക്ഷകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോളം ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാർത്ഥം ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. അപ്പം ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ, കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറേ ആൾക്കാർ. ഇന്നലെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ എന്താ ചെയ്തത്? അവർ തിരിച്ചുവിട്ട്. രക്ഷിതാക്കൾ ഇവർ ഇത്രയും അപമാനിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ടീച്ചർ എന്നിട്ട് തരാൻ പറഞ്ഞു, ഞങ്ങൾ അഡ്മിഷൻ വരുമോ ഇല്ലയോ എന്ന് PTA പ്രസിഡന്റ് കയറി പറഞ്ഞു, വൈസ് പ്രസിഡന്റ് കയറി പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം അഡ്മിഷൻ കൊടുക്ക്. ആ ഹെഡ് മാസ്റ്ററിന് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. കാരണം ഒന്നാമത് അവിടെ കുട്ടികളില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഈ ടീച്ചേഴ്സ് സ്കോഡ് വർക്ക് ചെയ്തിട്ട് കുട്ടികളെയൊക്കെ ക്യാൻവാസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ചെയ്യുന്നതോ നേരെ വിപരീതം, അതായത് മുസ്ലിങ്ങളാണെങ്കിൽ ഇവിടെ സീറ്റ് തരില്ല എന്നും പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. ബാക്കി കേൾക്കാം. ടീച്ചർ ആബ്സെന്റ് ചെയ്യ്,
വരാത്ത ദിവസം ആബ്സെന്റ് ചെയ്യുക. അല്ല ഇത് ഈ തുടർച്ച 15 ദിവസം ആകുമ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു ദിവസം വന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് കുട്ടിയെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ടീച്ചർ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് വാശിയിൽ തന്നെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ എയോയും വിളിച്ചു, ഡിഒയും വിളിച്ച്, ഡിഒ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. എന്താണ് ഈ ടീച്ചറിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ? കാര്യം ഒന്നാമത് കുഞ്ഞുങ്ങളും കുറവല്ലേ. പക്ഷേ ടീച്ചറിന് വർഗീയത ഉണ്ടായത് കൊണ്ടാണ് ടീച്ചർ ഇത് ചെയ്യാഞ്ഞതാണ് ഞങ്ങളുടെ രീതി, ഞങ്ങൾ മനസ്സിലാക്കിയ രീതി അതാണ്. പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേജിൽ നിന്നപ്പോൾ അത് പി ടി എ വൈസ് പ്രസിഡന്റ് കേട്ടെന്ന്. സ്റ്റേജിൽ കയറിയപ്പോൾ വെള്ള ഉടുപ്പും തൊപ്പി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടുമെന്നാ വിചാരിച്ചതെന്ന് പി ടി എ പ്രസിഡന്റ് ഇത് കേട്ട്. എന്നിട്ട് പോലും അവർ പി ടി എ പ്രസിഡന്റ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് ആ മനസ്സിലുള്ള ആ ഒരു വർഗീയതന്റെ വിഷം ഇവരൊക്കെയാണ് അവിടെ ഹെഡ് മാസ്റ്റർ. ഇതിനു മുമ്പ് ഇവർ പഠിപ്പിച്ചിട്ടുണ്ടാകും കുട്ടികളെ. ആ കുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ശശികല ടീച്ചറെയാണ് ഓർമ്മ വരുന്നത്. ഏതാണ്ട് രണ്ടിനെയും ഒരു വണ്ടിയിൽ വെച്ച് കെട്ടാം. അകത്ത് കയറിയ സമയത്തും ചോദിച്ച് ടീച്ചറെ അഡ്മിഷൻ എടുക്കുക, ഒരു ടീച്ചറിനെ പോസ്റ്റ് പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. ഈ 30 കുഞ്ഞുങ്ങളെയും ദാണ്ട് ഈ വീഡിയോയിലുണ്ട്. ഈ രക്ഷകർത്താക്കൾ ഈ സൈഡിൽ വന്ന് നിന്ന് ഞങ്ങളൂടെ വിഷമിച്ചാണ് ഇറങ്ങിപ്പോ അവർ വണ്ടി കയറി. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി. 2 മണി സമയമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കരയുക, വിശക്കുന്നു, ഞങ്ങൾക്ക് പേടിയാവുന്നു, ബാപ്പ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഈ രക്ഷകർത്താക്കൾ പറഞ്ഞ് ഈ സ്കൂളിൽ ഈ ടീച്ചർ ഇരിക്കും കാലത്തോളം ഞങ്ങൾ കുട്ടികളെ വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെയും കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അതുപോലെ ഈ HMനെതിരെ നേരത്തെ എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അതെന്തായിരുന്നു അവരുടെ പേര്? 2021 കാലഘട്ടത്തിൽ 23 വരെ സസ്പെൻഷൻ നേരിട്ട ഒരു ടീച്ചറാണിത്. അത് കഞ്ഞി വിഷയവുമായിട്ട് സംബന്ധിച്ചാണ് പുറത്തു പോയിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തില്ല അന്നത്തെ സമയത്ത്. ആ സമയത്ത് അതിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട ഒരു അധികം അന്നേ പറയുമായിരുന്നു ഞാനിത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് പൂട്ടിച്ചേ ഞാൻ കൊടുക്കത്തോളെന്ന്. കേട്ടില്ലേ? കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വരെ കൈയിട്ട് വാരിയ ടീമാണ്. പിന്നെ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും ചെയ്യും. കേട്ടില്ലേ? അവസാനം ആ ടീച്ചർ പറഞ്ഞത്, ഈ പറയുന്ന ഹെഡ് മാസ്റ്റർ അവര് പറഞ്ഞിട്ടുള്ളത് ഈ സ്കൂളിൽ എങ്ങനെയെങ്കിലും പൂട്ടിക്കുമെന്നാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രണ്ടാണ്. വർഗീയത മാത്രമല്ല, വർഗീയത ഒരു ഭാഗത്ത് കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ മറ്റൊന്ന് ആ സ്കൂളിനോട് തീരാത്ത പകയുമുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ടോ? ഡി ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ടീച്ചർ എന്നെ വിളിപ്പിച്ചു. നടപടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇനി വന്നാൽ കുട്ടികൾ വന്നാൽ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞാണ് ഡി ഓഫീസിൽ നിന്ന് വിട്ടത്. പക്ഷേ ഇനി വരത്തില്ല രക്ഷകർത്താക്കൾ ഈ സ്കൂളിലോട്ട് ഇനി ഒരു മനുഷ്യർ ഒരു കുഞ്ഞു പോലും ഇവിടെ അഡ്മിഷൻ എടുക്കത്തില്ല. ഇപ്പം ഇന്ന് വന്ന ഇന്നും 6ാം ക്ലാസ്സിലേക്ക് 2 അഡ്മിഷൻ പോയി. TC മേടിച്ചുകൊണ്ട് അവർ പോയിരിക്കുക. 2 അഡ്മിഷൻ ഇന്ന് അവിടെ വന്ന് 2 അല്ല 3 അല്ലേ? ഇതറിഞ്ഞുകൊണ്ട് 3 അഡ്മിഷനാ. ഈ ജനങ്ങളെല്ലാം ചോദിക്കുന്നത് എന്ത് പറ്റി? ഈ സ്കൂള് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാന്ന് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെന്നറിയാമോ? ഇത്രയും കുഞ്ഞുങ്ങൾ 30 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത് മതത്തിന്റെ പേരിലാ, അല്ലാതെ വ്യക്തികളെ അല്ല, മതത്തിന്റെ പേരിലാണ് ഈ ടീച്ചർ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാഞ്ഞത്. ആ ടീച്ചറിന്റെ ബ്ലെസ്സി ജോർജ്. ആള് ക്രിസംഖ്യാണ്. അതെന്തുമാവട്ടെ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടും അവരുടെ പേരിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഒരു വാണിംഗ് കൊടുത്തു വിട്ടു. ഇത് തന്നെയാണ് ഇവരെ പോലത്തെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് സ്റ്റാഫിന്റെ ഒക്കെ അഹങ്കാരം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. അവർ എന്തൊക്കെ ചെയ്താലും ശരി, ഒരു 10-30 ദിവസത്തെ സസ്പെൻഷൻ കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. തിരിച്ച് അവർ ജോലിക്ക് കയറും. ആ സസ്പെൻഷൻ പീരീഡോ അവരൊരു വെക്കേഷൻ ആക്കി അത് മാറ്റുകയും ചെയ്യും. അത് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സീരിയസ് അലിഗേഷൻ ഒക്കെ വന്ന് അത് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലി കളയണം. സസ്പെൻഷൻ അല്ല, അങ്ങ് പുറത്താക്കി കളയണം. അങ്ങനെ ഒരു 1-2 പേരെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് ബോധം വന്നു തുടങ്ങും. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണി പോകും. അതുകൊണ്ട് മിണ്ടാതെ മാന്യമായി പണിയെടുത്തിട്ട് ജീവിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ അവരും എത്തും. അല്ലാതെ ഇതിവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ സസ്പെൻഷൻ മാത്രമാണ് നടക്കുക. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കയറാം. പിന്നെന്താണ് പ്രശ്നം? ഇവിടെ പല ഗവൺമെന്റ് ഓഫീസസിലും, എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സും അല്ല, ചില ഓഫീസേഴ്സ് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്, അതുപോലെ കറപ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? ഇവർക്ക് കൃത്യമായിട്ടുള്ള, അതായത് ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സസ്പെൻഷൻ ആണ് കിട്ടുക, 1 മാസം സസ്പെൻഷൻ. അതിനുശേഷം അവർ ആ ജോലി തന്നെ തിരിച്ചു കയറും, അവർ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ജോലിയിൽ നിന്ന് പുറത്താക്കി നോക്കൂ, പിന്നീട് ഇതിന്റെ ഒക്കെ എണ്ണം കുറയും. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഒരു സ്കൂളിന്റെ പ്രധാന അധ്യാപിക
ഇത്രയും വിഷം ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നതാണെങ്കിൽ ആ സ്കൂളിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് മാത്രമല്ല, ഇവർ നിഷേധിച്ചിട്ടുള്ളത്, അതായത് 30ഓളം സ്റ്റുഡൻസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇവർ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇതുപോലെ വാൺ ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം ഈ വിഷയത്തിൽ.